എല്ലാത്തിനും കാണിച്ചു തരാം. ഒരാളും കൂടി ഉണ്ട്. വേണ്ട, ജോലിക്കാരും നിൽക്കണ്ട. നൈസായിട്ട് ഒഴിവാക്കി കളഞ്ഞല്ലേ. അപ്പച്ചി ആ ഒരു ഫ്രെയിമിൽ നിന്ന് അഹാനയ്ക്ക് മാറ്റണം. അതിനു വേണ്ടി കളിച്ച ഒരു പരിപാടി. അപ്പച്ചി അവിടെ നിന്ന് ഉമ്മിയെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഫ്രെയിമിൽ നിന്ന് മാറ്റുന്നു. എന്നാ അപ്പച്ചി അവിടെ ഇരുന്നേരെ എന്ന് പറഞ്ഞ് നൈസായിട്ട് അപ്പച്ചിയെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഗൈസ്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. എന്നിട്ട് അവരും അവരുടെ കുടുംബക്കാരുമായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നു. ഇതാണ് സംഭവം. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. അവരുടെ മോഹങ്ങൾ തകർക്കാൻ വന്ന ഒരു അശുഭ ജന്തു എന്നേ അവർക്ക് കാണാൻ പറ്റും. എന്തിനു കൂടുതൽ പറയണം, അഹാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമ്മ സിന്ധു കൃഷ്ണയും പറയുന്നുണ്ട്. പക്ഷേ ഈ പാവം പയ്യനോട് കാണിച്ചത് വളരെ മോശമായി പോയി. അപ്പച്ചി അവിടെ നോക്കി നോക്ക്. അന്നേരം സിന്ധു കൃഷ്ണ എവിടെ പോയിരുന്നു, ഇവിടെ വേണ്ട അവിടെ പോയിരുന്നു. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അവരെ ഞങ്ങൾ ഒരുപോലാണ് കാണുന്നത്, വേലക്കാരികളൊക്കെ ഒരുപോലാണ് കാണുന്നത്, വീഡിയോയിലൊക്കെ വന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. പക്ഷെ റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് മറ്റേ വി ആർ എലൈറ്റ് ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തള്ളി വരും. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും, വന്ന വഴി മറക്കരുത്. സ്വന്തം കുടുംബക്കാരുടെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവരുടെ പണ്ട് മുതലേ പുച്ഛമാണല്ലോ എല്ലാവരോടും. സ്വാഭാവികം. അവർ ഫോട്ടോജനിക് അല്ല, അവരിട്ടേക്കുന്ന സാരിയാണ്. ഇവരുടെ ബാക്കിയുള്ള കോസ്റ്റ്യൂമും ഇത്രയും മെലിഞ്ഞു സുന്ദരികളായിട്ടുള്ള മക്കളുടെ കൂടെ നിൽക്കാൻ അവർക്ക് യോഗ്യത ഉണ്ടാവില്ല. പാവം, അവരൊരു സാധാ സാരി എടുത്തോണ്ടാണല്ലോ അവർ വന്നത്. മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർക്ക്. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ.